കണ്ണൂർ ഭാഗങ്ങളിൽ പണ്ടുകാലത്ത് പ്രസവിച്ച വീടുകളിൽ എല്ലാ ദിവസവും ഉണ്ടാക്കിയിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. പച്ചക്കായ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് എല്ലാ ദിവസവും കൊടുക്കുന്ന ഒരു ഐറ്റമാണിത്. അതായത് പ്രസവിച്ച് കഴിഞ്ഞാൽ വയറ്റിലെ ആ ഒരു മുറിവും പുണ്ണൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൽ കുരുമുളകും ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്കും തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇതാ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചക്കായ നല്ല ചള്ള് പച്ചക്കായ തന്നെ നോക്കിയിട്ട് എടുക്കുക. അധികം മൂപ്പത്തി കഴിഞ്ഞാൽ അതിനൊരു മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചള്ള തന്നെ നോക്കി എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം രണ്ടറ്റും ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ കട്ട് ചെയ്യാണ്ട് വട്ടത്തിൽ തന്നെ അരിയുന്ന കാണാറുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ പീസിലാണ് ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതാ അതിലേക്ക് നമ്മൾ ഒരു പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില കൂടിയാൽ കുഴപ്പമൊന്നുമില്ല. കറിവേപ്പില നമ്മുടെ ശരീരത്തിന് വളരെ നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ 1-2 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി കൂടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു പച്ചക്കായയിൽ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ അളവൊന്ന് കുറക്കുന്നത്. അതുപോലെ നിങ്ങളൊരു 2-3 ഒക്കെ പച്ചക്കായ എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ അളവൊന്ന് കൂട്ടി കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതക്കിയിട്ട് ചേർക്കാം. അപ്പോൾ ഇതാ വെളുത്തുള്ളിൻ്റെ ഈ ഒരു കളറ് മാറി വരുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച പച്ചക്കായ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഫ്ലെയിം നന്നായിട്ട് തന്നെയാണ് കുറച്ച് വെക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല, ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കുറച്ചധികം ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നല്ലത് തന്നെയാണ്. നമ്മൾ സാധാരണ പ്രസവിച്ച് കിടക്കുന്ന ആ ഒരു സമയങ്ങളിൽ കുരുമുളക് വെച്ചിട്ടുള്ള ഐറ്റംസാണ് മിക്കവാറും കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരുന്നത്. കുരുമുളകും വെളുത്തുള്ളിയും ഒക്കെ വെച്ചിട്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന ആ ഒരു സമയങ്ങളിൽ രാവിലെയൊക്കെ കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കുന്നതാണ് ചോറ്. ആ ഒരു കുറച്ചൊരു ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലെ ഒരു വറവോ അല്ലെങ്കിൽ വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാകും. അപ്പോൾ ഈ വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകൾക്ക് വയറ്റിൽ പുണ്ണുണങ്ങാൻ വേണ്ടിയിട്ട് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് ഏകദേശം ഒരു 1-2 മാസത്തോളം ഈ ഒരു ചോറും ഇതുപോലുള്ള ചമ്മന്തിയോ അല്ലെങ്കിൽ കുരുമുളകിട്ട ഐറ്റംസോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിലേക്ക് ഇതാ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളം കുറച്ച് കൂടിയ അളവ് തന്നെ ചേർക്കണം. പിന്നെ കായ് നല്ലോണം വെന്ത് വരുമ്പോൾ വേണം, വെന്ത് ഉടയണം. അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നോക്കിയിട്ട് ഈ ഒരു സമയത്ത് ഉപ്പോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഇത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും ഇതൊന്ന് കുക്കായി കിട്ടണം. കായ് വെന്തിനില്ല. അപ്പോൾ ഇത് ഏകദേശം ഒരു 5-10 മിനിറ്റും കൂടി ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ആ കായ് ഒന്ന് ഉടഞ്ഞ് കിട്ടുമ്പോൾ അതിലേക്ക് കറിയിലേക്ക് ഒരു പറ്റിങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ കായിൻ്റെ ആ ഒരു പറ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കറിയല്ല, ശരിക്കും നമ്മൾ ഒരു വറവ് പോലെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് അതിൻ്റെ പറ്റും ഉണ്ടാകും. അപ്പോഴാണ് കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് വറ്റിച്ചെടുത്തിട്ട് വറവ് പോലെ ആക്കിയിട്ടും എടുക്കാം. പിന്നെ ഇത് കറി പോലെ ആക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ചോറിന് കഴിക്കാൻ നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത്രയും മതിയാകും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ആ ചട്ടീൻ്റെ ചൂടൊന്ന് ആറുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വറ്റി വരും. അപ്പോൾ ചോറിലൊക്കെ കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പ്രസവിച്ചെടുക്കുന്നവർക്ക് മാത്രമല്ല ആർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റുമാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു പറ്റന്നെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടി നല്ല രുചിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്